നമസ്കാരം. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ ഇനി ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൽ ഒരു സംഘർഷത്തിന് CPM തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടും വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് CPM നടത്താനായിട്ട് ആലോചിക്കുന്നത് എന്നാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. മൂന്നാം ഭരണം CPM-ന് കിട്ടില്ല എന്ന് ഉറപ്പായത് കൊണ്ടാണ് CPM ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടി വരും. വട്ടിയൂർക്കാവ് നെട്ടയം മലമുകളിലുണ്ടായ സംഘർഷമാണ് വലിയ രീതിയിലെ ആക്രമണത്തിലേക്ക് എത്തിച്ചേർന്നത്. നിലവിൽ അതീവ ജാഗ്രതയിലാണ് പ്രദേശം. സംഘർഷം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ വൻ പോലീസ് സന്നാഹമാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്നത്. സംഘർഷം അറിഞ്ഞ് രാത്രിയോടെ വട്ടിയൂർക്കാവ് പോലീസ് എത്തിയെങ്കിലും കുറച്ചു കഴിഞ്ഞ് കൂടുതൽ പോലീസുകാർ വിവിധ സ്റ്റേഷനുകളിൽ നിന്നും ക്യാമ്പുകളിൽ നിന്നും അടക്കം എത്തുകയായിരുന്നു. വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ CPO ദീപുവിന് കല്ലേറിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. അതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ BJP പ്രവർത്തകന്റെ ഭാര്യയോട് അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ പ്രതികരിച്ച കുടുംബത്തിനെ കോൺഗ്രസ് CPM ഗുണ്ടകൾ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് തടയാനെത്തിയ BJP പ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. അതോടെ രാത്രി തന്നെ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP-യുമായി സഹകരിച്ച് 8 കുടുംബാംഗങ്ങളെ CPM ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായുള്ള വേട്ടയാടലാണ് മലമുകളിൽ നടന്നതെന്നും BJP പറയുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകനും BJP-യും തമ്മിലുള്ള തർക്കത്തിൽ CPM നേതാക്കൾ എത്തിയതാണ് അവിടെ സംഘർഷമായി മാറിയത്. അതേസമയം പ്രദേശവാസികളായ 2 പേർ തമ്മിലുള്ള തർക്കത്തിൽ, അതായത് അതിർത്തി തർക്കമാണ് രാഷ്ട്രീയമായ ഒരു സംഘർഷത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. വർഷങ്ങളായി രാഷ്ട്രീയ വൈരാഗ്യം നിലനിൽക്കുന്ന പ്രദേശമാണ് വട്ടിയൂർക്കാവിലെ മലമുകൾ. അതിനാൽ തന്നെ ചെറിയ തർക്കങ്ങൾ പോലും വലിയ സംഘർഷമായി മാറാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. ഇത് കണക്കിലെടുത്ത് രാത്രി വൈകിയും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസുകാരെ മലമുകൾ ഭാഗത്ത് കാവലിനായി നിർത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സമാധാന ചർച്ചകൾ നടത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. എങ്കിലും ഇരുവിഭാഗവും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് വലിയ രീതിയിൽ പോലീസിന് തന്നെ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ക്രമസമാധാനം ഏത് സമയം വേണമെങ്കിലും തകരാനുള്ള സാധ്യത മലമുകളിൽ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. CPM നേതാക്കൾ പ്രശ്നമുണ്ടാക്കിയാൽ പോലും വട്ടിയൂർക്കാവ് പോലീസ് BJP നേതാക്കൾക്കെതിരെ മാത്രമേ നടപടി എടുക്കുന്നുള്ളൂ എന്നാണ് BJP ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതിലൊരു പ്രധാന തെളിവായി BJP നേതാക്കളടക്കം പറയുന്നത്, കഴിഞ്ഞ മാസം വട്ടിയൂർക്കാവിന് സമീപമുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തോട് അനുബന്ധിച്ച് നടത്തിയ ഗാനമേളയ്ക്കിടെ CPM പ്രവർത്തകർ സംഘർഷമുണ്ടാക്കിയിരുന്നു. അന്നും BJP പ്രവർത്തകർക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും എതിരെയാണ് പോലീസ് നടപടിയെടുത്തത്. ഈ സംഭവത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം BJP-യുടെ ഭാഗത്തു നിന്നും അന്നുണ്ടായിരുന്നു. അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CI-ക്കെതിരെ, അതായത് വട്ടിയൂർക്കാവ് CI-ക്കെതിരെ നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകിയതിനു മേലാണ് BJP അന്ന് ഒരു പ്രതിഷേധമെല്ലാം തന്നെ അവസാനിച്ചത്. അതിന് പിന്നാലെയാണ് വീണ്ടും സമാനമായ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നടന്നത്. എന്നാൽ ആ ഒരു ഉറപ്പിന്മേൽ CI-ക്കെതിരെ നടപടി എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. ആ സംഭവം അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്.